ട്രാഫിക് കൊണ്ടുപോയത്. ആ ഒരു മോഡൽ തന്നെ സഞ്ജീവ് ബോബി കൊണ്ടുപോയിരുന്നത്. എനിക്ക് നിവിൻപോളിയേക്കാളും ഒരു പടി മുന്നിൽ സംഗീതം നല്ല റോള് കഴിഞ്ഞു. സംഗീതത്തിൻ്റെ നല്ലൊരു ഇമോഷണൽ റോളൊക്കെ നല്ലതായിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം കേട്ടോ. നല്ലൊരു ഏതാ ഫസ്റ്റ് വായിച്ചത് കുഴപ്പമില്ല. നല്ലൊരു സക്സസ് മോഡൽ. നമുക്ക് അറിയില്ല ഗോവി സംഖ്യയുടെ ഒരു സ്റ്റൈലാണ് പോയിരിക്കുന്ന പടം. ട്രാഫിക്കിൻ്റെ ഒരു മോഡല്. നല്ലൊരു ഫാമിലി മൂവി. കുഴപ്പമില്ല. നല്ലൊരു ചെറിയ ഇമോഷണൽ മൂവിയൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല. നന്നായിട്ട് മനുഷ്യരും കണ്ണു നനയാതെ ഈ സിനിമ കാണാൻ പറ്റില്ല എന്ന് യാതൊരു സംശയം വിചാരിക്കേണ്ട. ഇത്ര ഗംഭീര പടം, ഗംഭീര സ്ക്രിപ്റ്റ്. ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ പഠിക്കുന്ന യുവതി യുവാക്കൾ ഈ സിനിമ കാണുക. എങ്ങനെയാണ് നമ്മൾ ചതിക്കപ്പെടുന്നത് എന്നുള്ളത് കാണുക. ഈ സിനിമ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വഴിത്തിരിവായി മാറട്ടെ. ഇത് മാതാപിതാക്കൾ കാണുക, മക്കളില്ലാത്തവർ കാണുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കാണുക, അച്ഛനമ്മമാർ കാണുക. ബന്ധങ്ങളാണ് നമ്മളൊരാളടുത്തൊരു കഥ പറഞ്ഞാൽ അത് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഒരു സിനിമ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു തിയേറ്ററിൽ കാണുമ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മൾ മറക്കാതെ കാണുക. നമുക്ക് മുന്നോട്ട് പോകുമ്പം ഇത്തരം സിനിമകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒന്ന് സഹായിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സിനിമ നിങ്ങൾ ദയവ് ചെയ്ത തിയേറ്ററിൽ തന്നെ കാണുക. ഗംഭീര സ്ക്രിപ്റ്റാണ്, ഗംഭീര ഡയറക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളി സ്കോറാണ്. അടിപൊളിയാണ്. ലിജോമോളും നല്ല ഉഗ്രൻ അഭിനയമാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറുണ്ട്, ടെക്നിക്കൽ സൈഡാണ്, എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിവിൻ്റെ ഹിറ്റ് അല്ല, നല്ലൊരു ത്രില്ലിങ് ഇതാണ്. ബോബി സഞ്ജയ് എൻ്റെ കഥയാണ് ഏറ്റവും നല്ല തിരക്കഥ, സ്ക്രിപ്റ്റ് ഇതിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ സ്ക്രിപ്റ്റാണ്, അല്ലാതെ അനാവശ്യ സീനുകളൊന്നുമില്ല. ബോബി സഞ്ജയ് നല്ല രീതിയിലാണ്. പിന്നെ അരുൺ വർമ്മ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാവരും നല്ല കൊള്ളാം. എല്ലാവരും ലിജോമോള് നല്ല രീതിയിൽ തന്നെ ലിജോമോൾക്ക് നല്ല പെർഫോമൻസ് കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. കഥയാണ് അതിൻ്റെ. നിവിൻ പോളി ആണെങ്കിലും നല്ലൊരു സർവ്വമായുടെ തിരിച്ചു വന്ന അതേ രീതിയിൽ തന്നെ ഒരു ത്രില്ലിങ് രീതിയിൽ തന്നെ ഉള്ളൊരു പടം. ഫസ്റ്റ് സീനായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ആണെങ്കിലും നല്ല ത്രില്ലറായിട്ട് തന്നെ നമുക്ക് ഇതിനെ കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് ഇങ്ങനെ അനാവശ്യ സീനുകളൊന്നും ഇല്ലാതെ സസ്പെൻസായിട്ട് തന്നെ കണ്ടിരിക്കാം. സംഗീതം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാം പറയുന്നത് ഇതുവരെ കണ്ടിട്ടുള്ള താങ്കൾ പറയാറുണ്ട് ഒരു ചെയ്ത കഥാപാത്രങ്ങൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടൊരു ജോണറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഒരുപോലെ ഇതുവരെ കണ്ടിട്ടുള്ള സംഗീതമല്ല കണ്ടത്. ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും? കേൾക്കുമ്പോൾ സന്തോഷം. കാരണം ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ട്രൈ ചെയ്യാണ്, നമുക്കറിയില്ല ഇത് എത്രത്തോളം ശരിയായിരുന്നു, വർക്കിംഗ് ആണ് എന്നുള്ളത് ഇനി നിങ്ങളൊക്കെ വേണം പറയാൻ. അപ്പോൾ ആദ്യത്തെ ഒരു 5 പേര് പറഞ്ഞത് കേട്ടിട്ട് മനസ്സറിഞ്ഞു. ഇനി അത് എത്ര പേര് പറയും നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഹ്യൂമർ ചെയ്യുമ്പോൾ ഡയലോഗ് ഡെലിവറി ആയിരിക്കില്ല ഒരു ഇമോഷൻ ചെയ്യുമ്പോൾ. മീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു ടാസ്ക് കൂടെ ഉണ്ടായിട്ട് വാൻഡ്രം സ്ലാങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഭയങ്കര കൊച്ചിയാണ്, വൈപ്പിനാണ് സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു ആക്സെൻറ്റ് കിടക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് ആദ്യം മുതലേ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ അറിയില്ലായിരുന്നു ഞാൻ ചെയ്തേക്കുന്ന കറക്റ്റാണ്. അപ്പോൾ ഞാൻ വേണ്ടത്തുള്ളവരോടൊക്കെ ഈ സിനിമ കണ്ടവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പരിപാടി, ആക്സെൻ്റ് എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത്. അതൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ പുറത്തുനിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഇനി നിങ്ങൾ വേണം പറയാൻ. അത് എങ്ങനെയായിരുന്നു വെച്ചാൽ അത് സിംഗിൾ ഷോട്ടായിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല, അത് ഈ സിനിമയോട് കൂടെയുള്ള ട്രാവൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഭയങ്കര ജെന്യുവൻലി ഞാൻ ഇത്തവണ കണ്ടപ്പോഴും എനിക്ക് 2-3 സ്ഥലങ്ങളിലാണ് കരച്ചിൽ വന്നു. ഒന്ന് അവിടെ, പിന്നെ ലാസ്റ്റ് ലിജോയുടെ കയ്യിൽ വിരലിൽ കുഞ്ഞു പിടിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ബോഡിയനായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഇമോഷൻ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. എൻ്റെ ഒരു മൃദു എൻ്റെ ഫസ്റ്റ് ഡെബ്യൂട്ടാണ്. ഭയങ്കര സന്തോഷം. ആക്ച്വലി ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. പടം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി എല്ലാവരും വന്ന് കാണണം. ഹാപ്പിയാണ്. ഇവർ 3 പേരും ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പടം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 3 പേരുടെയും പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു. സിനിമ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോഴും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വർക്ക് ചെയ്ത ടീം ആക്ച്വലി ഒരു ന്യൂ കമ്മറിനുള്ള ഒരു രീതിയിൽ എന്ത് പറയാനാണ്, ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. നിവിൻ പോളി, നിവിനേട്ടൻ, പിന്നെ സംഗീതേട്ടൻ, ലിജോമോൾ, പിന്നെ റൈറ്റേഴ്സ് ആണെങ്കിലും സഞ്ജയ് സർ, ബോബി ആൻഡ് സഞ്ജയ് സർ, ഡയറക്ടർ ആണെങ്കിലും അരുൺ വർമ്മ സർ, ഇവരെല്ലാവരും ലൈക്ക് പ്രോബ്ലി ഒരു നമ്മളല്ല ന്യൂ കമ്മറിന് ഏറ്റവും ഒരു ബ്ലെസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി. എല്ലാവരും ഫിലിം കാണും, സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സ്, ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കാണും. അടിപൊളിയായിരുന്നു. ഐ മീൻ ഫുൾ ഷൂട്ട് എക്സ്പീരിയൻസ് ആണെങ്കിലും ഇവൻ പറഞ്ഞ പോലെ ന്യൂ കമ്മർ നല്ല ഒരു നിലയിലല്ല ഇത് നമ്മളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് പഠിക്കാൻ പറ്റി. ഇനി ബാക്കി നിങ്ങൾ പോയി കാണണം.
നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ജെന്യുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്സ് പറയണം. അതായിരിക്കും നമ്മുടെ ലേണിംഗ് സ്റ്റെപ്പ്. പിന്നെ അടുത്ത പ്രോജക്ട്സ് വരുമ്പോഴും ഇതിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണം. താങ്ക് യു സോ മച്ച്. സിനിമയിൽ ഞാൻ എന്തൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ലിജോ ആണ്. ലിജോ മോള് അതിപ്പോൾ ഞാൻ ഡയലോഗ് പറയുന്ന സീനാണെങ്കിൽ പോലും ലിജോ റിയാക്ട് ചെയ്യുന്നതിൻ്റെ കൗണ്ടറായിട്ടാണ് ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ ലിജോയുടെ ഇമോഷൻസിനോടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്നെ ഷേപ്പ് ചെയ്യാൻ, ഈ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലിജോ മോളുടെ പെർഫോമൻസ് ആണ്. കാരണം നമുക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ല, എല്ലാം ഫസ്റ്റ് ടേക്കാണ് റിഹേഴ്സൽ. അപ്പം ലിജോ എന്ത് ചെയ്യുന്നു എന്നുള്ള ഭയങ്കര സർപ്രൈസ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അതാണ് ഞാൻ റിയാക്ട് ചെയ്യണം. അപ്പോൾ എനിക്കും ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആദ്യത്തെ ഒരു ദിവസം 2 ദിവസമൊക്കെ പ്ലാൻ ചെയ്തോളൂ. പിന്നെ നമ്മൾ ഷോർട്ടിലാണ് എന്ത് തോന്നുന്നു അപ്പം ചെയ്യാന്നുള്ളത്. എനിക്കൊരിത് ഞാൻ ചെയ്തത് നല്ലതാണോന്ന് അറിയില്ല, പക്ഷേ ഇതിൽ എല്ലാ സീൻസും ഞാൻ ഫീൽ ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മൾ കോമഡി ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ നമ്മളെവിടേക്കും പ്ലാൻഡാണ്, പെർഫോം ചെയ്യാണ്. പക്ഷെ ഇവിടെ എന്തോ ഫീൽ ചെയ്തിട്ടാണ് ചെയ്തത്. അത് നല്ലതാണോന്ന് അറിയില്ല. നന്നായിട്ടായിരുന്നു. എല്ലാവരും എപ്പോഴും കോമഡി പറഞ്ഞിരുന്ന സംഗീതമാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് എന്തായാലും ഇത് മുന്നോട്ട് കരിയറിൽ ഒരുപാട് ഇമോഷൻസ് ഇതായിരിക്കും. അടിപൊളിയായിരുന്നു. എന്താ പ്രശ്നം എന്ന് എല്ലാവരും പടം കാണുക, എന്നിട്ട് എന്താണെങ്കിലും ഇത്രയും നാൾ ഭയങ്കര ചേർത്ത് നിർത്തിയിട്ടുള്ളൂ. എല്ലാ സിനിമകളിലും എന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലെന്ത് തോന്നിയാലും തിരുത്താനാണെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും രണ്ടാണെങ്കിലും പറയുക, അറിയിക്കുക, അത് തന്നെ ഉള്ളൂ. ആ സീനൊക്കെ കാണുമ്പോൾ മനസ്സിന് നമുക്ക് ഒരു സ്നേഹമുള്ള ആ കുഞ്ഞിൻ്റെ മുഖം കാണുന്നത് അത്രയ്ക്കും മാതൃത്വമുള്ള ഒരു സംഭവം നമുക്ക് ഈ അരുൺ വർമ്മ എന്ന അദ്ദേഹത്തിൻ്റെ ഗരുഡൻ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇതിൽ എന്താ അതിൻ്റെ ഡയറക്ഷൻ, DOP, BGM ഒക്കെ നന്നായിട്ടുണ്ട്. ബേബികൾ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം സ്നേഹം ഉള്ളിടത്ത് നല്ലൊരു വിജയമുണ്ടാവും. സൂപ്പർ ഹിറ്റ് സിനിമ ബേബി. ആ കൂട്ടുകെട്ടിൽ സംഭവിച്ചൊരു പടം, ജനങ്ങളെ ഏറ്റെടുത്തൊരു പടമാണ്. 16 വർഷങ്ങൾക്ക് ശേഷം ഇതന്നെ ആ ടീം ഒരുമിക്കുന്ന ഒരു പടം ബേബികൾ എന്ന സിനിമ. പ്രേക്ഷകരോട് എനിക്ക് ഇത്ര പേരുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരാളെങ്കിലും പോയിട്ട് ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം തന്നെ വന്ന് കാണിക്കേണ്ട ഒരു സിനിമയാണ് ബേബികൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ജനങ്ങളിലേക്ക് എത്തിയ ജനങ്ങളുടെ വിജയമാണ്, കോടികളല്ല ജനങ്ങളുടെ വിജയമാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു പ്രൊഡക്ഷൻ ബാനറെ ബോബി സഞ്ജയ് എന്നുള്ള റൈറ്ററെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അടിപൊളി പടം, അമേസിംഗ് പടം. പടം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പോഴും തലയിൽ ഓടുന്ന പടമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ യെസ്. താങ്ക് യു. അടിപൊളി പടം, ത്രില്ലറാണ്. അപ്പോൾ അത് ത്രില്ലിംഗ് എലമെന്റ്സ് റിലീസ് ചെയ്തതിൻ്റെ പോലെ അടിപൊളി പടം, എല്ലാവരും കാണാം. ഭയങ്കര ഒരു ഹാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അരുൺ ചേട്ടനെ അറിയാം. അരുൺ ചേട്ടൻ്റെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു പാറ്റേൺ അറിയാം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണെന്നറിയാം. പിന്നെ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ സിനിമ തിയേറ്ററിൽ എത്തുമെന്നറിയാം. ഈ 3 ഫാക്ടേഴ്സ് ആയിരുന്നു ആക്ച്വലി എന്നെ ഈ സിനിമയിലേക്ക് ഫസ്റ്റ് ഓക്കെ പറയാം എന്ന് തോന്നിച്ചു. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കും. ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടത്തിന് മൊത്തത്തിലുള്ള ഒരു ടേൺ ഓവർ എങ്ങനെ പോകുന്നു? എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ജോണറാണോ? ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും ഇഷ്ടപ്പെടും. യൂത്താണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഇഷ്ടപ്പെടും. പ്രേക്ഷകർ പിടിച്ചിരുത്താനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമോഷണലി കുറച്ചുകൂടി ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. കണക്ഷൻ കിട്ടുന്നുണ്ട്. കണക്ഷൻ കുറച്ചുകൂടി ഇമോഷണലി നമ്മൾ പല കഥാപാത്രങ്ങളുമായിട്ട് ഇൻവോൾവ് ആവുമ്പോൾ ആ ഒരു ബേബികൾ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താണ് ശരിക്കും സിനിമ? ഈ ബേബികൾ തന്നെയാണ് എൻ്റെ സെൻട്രൽ ക്യാരക്ടർ. അതിനകത്ത് അല്ലാതെ എനിക്ക് വേറെ ഒരാളും ഹീറോ ആയിട്ടോ ഹീറോയിനായിട്ടോ ഫീൽ ചെയ്തില്ല. ബേബികൾ തന്നെയാണ് സെൻട്രൽ ക്യാരക്ടർ. ഇതിന്റെ ത്രെഡ് ബേബികളാണ്. ബേബികളാണ് ത്രെഡ്. പിന്നെ നമുക്ക്